ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച യുദ്ധം 13 ദിവസം പിന്നിട്ടിട്ടും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇന്നലെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് അതേക്കുറിച്ച് കൃത്യമായൊന്നും പറയാൻ കഴിയില്ല എന്നാണ്. അതേസമയം ഒരു ചാനൽ ചർച്ചയിൽ ഇറാന്റെ ഏകദേശം സകല സന്നാഹങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, മിക്കവാറും എല്ലാ സൈനിക കേന്ദ്രങ്ങളും തകർന്നു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഉടൻ യുദ്ധം നിർത്താൻ പോവുകയാണ് എന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അതേസമയം എന്ന് യുദ്ധം നിർത്തുമെന്നോ, എന്ന് ഇറാനിൽ ഭരണമാറ്റം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നോ, എന്ന് തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ പരിപൂർണമായി നേടുമെന്നോ ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് ട്രംപിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇന്ന് കാട്ടുതീ പോലൊരു വാർത്ത പടരുന്നു, ഇറാൻ തോൽവി സമ്മതിച്ചു എന്ന്. നോക്കുക, ന്യൂസ് 18 കേരളം എന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലിൽ വന്ന വാർത്ത എല്ലാം കഴിഞ്ഞു, യുദ്ധം നിർത്താൻ അപേക്ഷിച്ച് ഇറാൻ എന്നുള്ളതാണ്. അതായത് ഇറാനിലെ സർവ്വ സന്നാഹങ്ങളും ഇല്ലാതായിരിക്കുന്നു, മുജ്തബ ഖംനേയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ഭയന്ന് വിറച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ച് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധതയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വാർത്ത വായിക്കുന്ന കൊച്ചും ആ ടീമും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. ഇത് വിശ്വസിച്ച് ഇറാൻ പരാജയപ്പെട്ടെ എന്ന് പറഞ്ഞ് തുള്ളിമറിക്കുന്ന ഇവിടെ കുറേ ആളുകളുണ്ട്. അവരറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ വാർത്ത പൂർണ്ണമായും വ്യാജമാണ് എന്നല്ല, മറിച്ച് അടിസ്ഥാനപരമായ ഒരുപാട് തെറ്റുകൾ ഈ വാർത്തയിലുണ്ട്. കാരണം ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് 3 നിർദ്ദേശങ്ങൾ വെടിനിർത്തൽ നടക്കുകയാണെങ്കിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. നോക്കുക, ടോക്കിംഗ് ടു ദ ലീഡേഴ്സ് ഓഫ് റഷ്യ ആൻഡ് പാകിസ്ഥാൻ, I reaffirmed Iran's commitment to peace in the region. The only way to end this war, ignited by the Zionist regime and US, is recognizing Iran's legitimate rights, payment of reparations, and firm international guarantees against future aggression എന്നാണ് മസൂദ് പെഷഷ്കിയാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? റഷ്യയുമായും പാകിസ്ഥാനുമായും അവരുടെ നേതാക്കളുമായും ഞങ്ങൾ സംസാരിച്ചു. ഇറാൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു യുദ്ധസമാനമായ സാഹചര്യം, അല്ലെങ്കിൽ യുദ്ധാന്തരീക്ഷം, അത് മാറ്റി സമാധാനം കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം മേഖലയിലെ ഒരു രാജ്യം എന്ന നിലയിൽ ഇറാനുണ്ട്. പക്ഷേ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്ന് പറയുന്നത് ഈ യുദ്ധം തുടങ്ങി വെച്ചത് സയനിസ്റ്റ് റെജീം, അതായത് ഇസ്രായേൽ, സയനിസ്റ്റ് ശക്തികളും അമേരിക്കയും ചേർന്നിട്ടാണ്. അവർ ഒരു ഉറപ്പ് നൽകണം, അത് ഇറാൻ്റെ പരമാധികാരത്തെ അല്ലെങ്കിൽ ഇറാൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ തോതിൽ ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ റീപേ ചെയ്യുക. അതെങ്ങനെയാണോ, ഏത് രീതിയിലായിരുന്നോ ഉണ്ടായിരുന്നത്, അത് അതുപോലെ പുനഃസ്ഥാപിക്കുക. മൂന്നാമതായി, ഇനി ഭാവിയിൽ ഒരു യുദ്ധവും ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഞങ്ങൾക്ക് നേരെ ഉണ്ടാകില്ല എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഉറപ്പ്. ഈ 3 കാര്യങ്ങളാണ് മസൂദ് പെഷഷ്കിയാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വെക്കുകയാണ്, ദയവ് ചെയ്ത് ഇത് അംഗീകരിച്ച് തരണമെന്നല്ല പറയുന്നത്. ദ ഓൺലി വേ എന്നാണ് മസൂദ് പെഷഷ്കിയാൻ പറയുന്നത്. അതായത് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾക്ക് സമാധാനം വേണോ, അമേരിക്കയ്ക്ക് കിടന്നുറങ്ങണോ സമാധാനമായിട്ട്, ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തണോ, ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണോ, എന്തു തന്നെയാണെങ്കിലും ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ പരമാധികാരം, ഞങ്ങളുടെ അവകാശം അത് അംഗീകരിക്കുക. അതുപോലെ തന്നെ നഷ്ടപരിഹാരം കൃത്യമായി നൽകുക. ഇനി ഭാവിയിൽ ഒരു തരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അന്താരാഷ്ട്ര തലത്തിൽ നൽകുക. ഇതെങ്ങനെയാണ് കീഴടങ്ങലാവുക എന്നുള്ളതാണ് എൻ്റെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം. എങ്ങനെയാണ് ഇതൊരു കീഴടങ്ങലാവുക? ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു കീഴടങ്ങലായിട്ടാണോ തോന്നിയത്? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യവഹാരങ്ങളെക്കുറിച്ച്, വിവിധ രാജ്യങ്ങളുടെ നിലപാടുകളെക്കുറിച്ച്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ധാരണയില്ലെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ മസൂദ് പെഷഷ്കിയാൻ പറയുന്നത്, ഞാൻ റഷ്യയുമായും പാകിസ്ഥാനുമായും ഒക്കെ സംസാരിച്ചു എന്നാണ്. ഈ റഷ്യ എങ്ങനെയാണ് ഇറാൻ്റെ പ്രതിനിധികളുമായി സംസാരിക്കാൻ വരുന്നത്? ആ വരവിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു.
അതിനുശേഷം റഷ്യയും ചൈനയും ഇറാനുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു യോഗം ചേർന്നത്. ഈ യോഗം വിളിച്ചു ചേർത്തത് ഇറാൻ അല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ഒക്കെ വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചോളൂ. ഇത് ഇറാൻ അങ്ങോട്ട് പോയി വിളിച്ചു ചേർത്ത വാർത്തയല്ല, ഒരു മീറ്റിംഗ് അല്ല, അതിനുശേഷം വന്ന വാർത്തയല്ല. മറിച്ച് റഷ്യ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇറാനെ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഉൾപ്പെടെ കൺസേൺ പരിഗണിച്ചുകൊണ്ട് റഷ്യ മധ്യസ്ഥ ശ്രമത്തിന് നിൽക്കാമെന്ന് പറഞ്ഞ് ഒരു വിളിച്ചു ചേർത്തൊരു യോഗമാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. പാകിസ്ഥാൻ തീർച്ചയായിട്ടും അമേരിക്കയുമായി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും അതിൽ ഇടപെട്ടത് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. ഇത് ഈ യുദ്ധം തുടങ്ങിയ സമയം മുതലേ നമ്മൾ പറയുന്നതാണ്. അതായത് അമേരിക്കയും ഈ ഇസ്രായേലുമൊക്കെ ആദ്യഘട്ടത്തിലൊരു യുദ്ധം നടത്തി തിരിച്ചടി കിട്ടുമ്പോൾ പതിയെ പിന്മാറുകയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കൊണ്ട് ഇടനില സംസാരിപ്പിച്ച് ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി പിന്മാറുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇന്നലെയും പറഞ്ഞത്, ഇന്നലെ വൈകിട്ട് വന്ന വാർത്തകളിലും കണ്ടത്, ഞങ്ങൾ അങ്ങനെയൊന്നും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നിർണായകമായൊരു നീക്കമായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ. അതായത് ഞങ്ങൾ പറയുന്നത് പരിപൂർണമായി ട്രംപ് അനുസരിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന മാന്യമായ വെല്ലുവിളിയാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇറാൻ കീഴടങ്ങിയതാണ് എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ന ലേബലിലിരിക്കുന്നവരോട് പുച്ഛവും സഹതാപവും മാത്രമേ ഉള്ളൂ. ന്യൂസ് 18 എന്നൊക്കെ പറയുന്ന ഒരു നാഷണൽ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൻ്റെ കേരളത്തിൽ വാർത്ത ചെയ്യാനിരിക്കുന്നവർക്ക് 10 പൈസയുടെ ബോധമില്ലല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട്. ഇതാരാണ് ഇതൊക്കെ പടച്ചുവിടുന്നത്? ഇപ്പോൾ 24 ആയിക്കോട്ടെ, മീഡിയ 1 ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, എല്ലാവരും വാർത്ത കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ്. അത് ശരിയാണ്, ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അങ്ങനെയുമല്ല, അതിനേക്കാൾ കടുത്ത രീതിയിലാണ് ഇറാൻ ഇടപെട്ടത്. അതായത് ഇറാൻ ഇതൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ചർച്ചകൾ നടക്കാമല്ലോ. പക്ഷേ ഇവിടെ ഇറാൻ പറയുന്നത് പണ്ടത്തെ പോലെ തന്നെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ, അത് ഇതാണ്. ഇത് അംഗീകരിച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതാണ് ഷാർപ്പായിട്ടുള്ള നിലപാടാണ്. കാരണം അമേരിക്കയെ തകർക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളാണിത്. ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്നത് അംഗീകരിക്കാത്ത രാജ്യമാണ് അമേരിക്ക. ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ പരമാധികാരത്തെയും അവകാശങ്ങളെയും അംഗീകരിക്കാത്തത് കൊണ്ടാണ് അമേരിക്ക ഇറാനിലേക്ക് യുദ്ധം നടത്തിയത്. ആ അമേരിക്കയോട് ഇറാൻ പറയുകയാണ്, ആ ഇസ്രായേലിനോട് ഇറാൻ പറയുകയാണ്, ഞങ്ങളുടെ പരമാധികാരം അംഗീകരിക്കൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഏക പോംവഴിയെന്ന്. അതിൽ പരമൊരു നാണക്കേട് ട്രംപിനും നെതന്യാഹുവിനും ഉണ്ടാകാനുണ്ടോ? ഇത് അംഗീകരിക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കും. ഇറാൻ്റെ പരമാധികാരം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ഇറാനിൽ നിന്ന് പിന്മാറുകയാണ്, ഇനി മേലിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഇറാൻ ഉണ്ടായ നഷ്ടപരിഹാരം, നഷ്ടങ്ങൾക്ക് മുഴുവൻ ഞങ്ങൾ പകരം അവിടെ എല്ലാം നിർമ്മിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തത്തുല്യമായ തുക കൊടുക്കും എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഈ ഉപാധികൾ അംഗീകരിച്ചാൽ ട്രംപ് ഇങ്ങനെ പറയേണ്ടി വരും. ഇത് അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നെതന്യാഹുവും ട്രംപും നിരുപാധികം തങ്ങളുടെ സേനകളെ മുഴുവൻ ഇറാനിൽ നിന്ന് പിൻവലിക്കുക, അല്ലെങ്കിൽ ഇറാനെതിരെ തയ്യാറാക്കി നിർത്തിയ സേനകളെ മുഴുവൻ പിന്തിരിപ്പിച്ച് തിരിച്ചു പോവുകയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പിന്നെ അമേരിക്കയുടെ സാമ്രാജ്യത്വ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ലാതാകും. ഇറാൻ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമായിട്ട് ലോകം വിലയിരുത്തും. അതാണ് ഈ നയതന്ത്ര നീക്കത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലൂടെ ഇറാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം. ഇറാൻ്റെ പരമാധികാരിയെ, പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി, അവിടെ 10-30 പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി, ആ രാജ്യത്ത് കലാപമുണ്ടാകാൻ ശ്രമിച്ചു, ആ രാജ്യത്തെ നിരന്തരം ആക്രമണം ഉണ്ടാക്കി, ആ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ സ്വതന്ത്രരായി നിങ്ങൾ ആ ഭരണം വലിച്ച് താഴെയിടുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ രാജ്യത്തെ കലാപകാരികൾക്ക് പിന്തുണ കൊടുക്കാനുള്ള നീക്കങ്ങൾ നടത്തി. ആ രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾ, അവിടെ ജനവാസ കേന്ദ്രങ്ങൾ, 19,000-ലധികം ജനവാസ മേഖലകൾ, വീടുകൾ, കോളനികൾ ഉൾപ്പെടെയുള്ളവ തകർത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അമേരിക്ക അവകാശപ്പെടുന്നത് ഇത്രയും വലിയ നാശനഷ്ടമൊക്കെ ഇറാനിലുണ്ടാക്കി, ഇറാനിലെ ഭരണം പിടിക്കാൻ വേണ്ടി ഇത്രയധികം കാണിച്ചു കൂട്ടിയിട്ട് 13 ദിവസം യുദ്ധവും ചെയ്തിട്ട് അവസാനം ഇറാൻ്റെ ഉഗ്രശാസന കേട്ട് പിൻവാങ്ങേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥ ഒന്നാലോചിച്ച് നോക്ക്. ശരിക്കും ഇറാൻ പറയുന്നത് അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ട്രംപ് പറയേണ്ടി വരും. അതായത് ഇറാൻ്റെ പരമാധികാരം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇറാൻ്റെ നഷ്ടപരിഹാരം, ഇറാനുണ്ടായ നഷ്ടം മുഴുവൻ ഞങ്ങൾ നികത്താം, ഇനി മേലിൽ ഇറാന് നേരെ ഞങ്ങളൊരു ആക്രമണം നടത്തില്ല
ഇങ്ങനെ പറഞ്ഞിട്ട് ട്രംപ് പിന്മാറേണ്ടി വരും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ. അങ്ങനെ ഉണ്ടായാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇറാൻ്റെ കീഴടങ്ങലാണോ? ഇറാൻ്റെ അപേക്ഷയാണോ? ഏറ്റവും ചുരുങ്ങിയത് ഇറാൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതാണോ? ഇതല്ലല്ലോ, ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ പറഞ്ഞതാണ്. ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ് അപേക്ഷയാവുക? അതുകൊണ്ടാണ് ഈ യുദ്ധവാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ, ജിയോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം സാമാന്യ ബോധമെന്ന് പറയുന്ന സാധനം തലയ്ക്കകത്ത് വേണം. അല്ലാതെ വെറുതെ കെട്ടിയൊരുങ്ങി വന്നിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള വേദിയായിട്ട് ചാനൽ ഫ്ലോറുകൾ മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇവിടെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം, ഈ നീക്കം എന്ന് പറയുന്നത് ഇറാൻ്റെ നയതന്ത്ര നീക്കത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. അല്ലെങ്കിൽ വളരെ മികച്ച ഒരു തന്ത്രം എന്ന നിലയിലാണ് ഈ ഒത്തുതീർപ്പ് ഫോർമുല ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടുകൂടി സർവ്വഭാരവും അമേരിക്കയുടെ തലയിലായി, ഇസ്രായേലിൻ്റെ തലയിലായി. ഇനി ഇവരിത് അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന് പറയാം, ഞങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചല്ലോ, അവരത് അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോഴും യുദ്ധം തുടരുന്നത്. അപ്പോൾ ഉത്തരവാദികൾ ആരാണ്? ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഞങ്ങളുടെ ഉപാധികൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കാതെ, ഞങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാതെ ഞങ്ങളെ വീണ്ടും ആക്രമിക്കുന്നത് അവർ തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇവർക്ക് അംഗീകരിച്ചാൽ സർവ്വ ആരോപണ മുനകളും കുറ്റങ്ങളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തലയിലേക്ക് വിടുക, അതോടൊപ്പം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്ന വിധത്തിൽ ഒരു നിർണായക നീക്കം നടത്തി അമേരിക്ക അത് അംഗീകരിച്ചാൽ ഏറ്റവും വലിയ ശക്തിയാണ് തങ്ങളെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക എന്നതടക്കം നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇത് അമേരിക്കയ്ക്കുള്ളൊരു വലിയ കെണിയാണ്. ഇത് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ട്രംപ് പോകേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന് വലിയ തോതിൽ വിനയായി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.